മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ പ്രതി പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദിനെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ശൂർനാട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ ഉപദ്രവിച്ച കേസിലെ പ്രതിയെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കവർച്ചാ കേസുകളിലെ പ്രതിയായ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ബിസ്മില്ല മൻസിലിൽ അൻഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. പോരുവഴിയിൽ അതിഥി തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് ചായക്കടകളിൽ ജോലിയെടുത്തു വരികയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. സ്ത്രീയുടെ സഹോദരനും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ അൻഷാദിനെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് പുത്തൂരിൽ ഇറച്ചിക്കടയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. കരുനാഗപ്പള്ളിയിൽ ഭിന്നശേഷിക്കാരനെ കബളിപ്പിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത് മുങ്ങിയതിന് പിന്നാലെയാണ് പോരുവഴിയിൽ പീഡന ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. അൻഷാദിനെ വളരെ തന്ത്രപരമായിട്ട് തന്നെ പുത്തൂർ പോലീസ് ജയസാറിന്റെ സഹായത്തോടെ പിടിച്ചിട്ടുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തത് ശൂന്യ ജോസഫ് സാറാണ്. ഈ പ്രതിക്ക് ഇതിനു മുൻപ് തന്നെ പല പിടിച്ചോറി മോഷണ കേസുകളിലും ഉള്ളതായിട്ട് അറിവായിട്ടുണ്ട്. ഇതിൽ ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ എന്നീ കേസുകളെല്ലാം കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളാണുള്ളത്. നിലവിൽ ഈ പ്രതിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു കയറി ഒരു ശ്രമം നടത്തിയിട്ട് വളരെ ഉള്ളിൽ പോയി നിൽക്കുന്നൊരു രീതിയാണ്. ഇന്നലെയാണ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ഇങ്ങനെ റിമാൻഡിനുള്ള നടപടിയെല്ലാം സ്വീകരിക്കുന്നതാണ്. ശൂർനാട് SHO ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI ദീപു പിള്ള, പുത്തൂർ SI ജയേഷ്, SIമാരായ രാജേഷ്, ബിൻസിരാജ്, CPO അരുൺരാജ്, ബിജു, ഹോംഗാർഡ് ബാബു എന്നിവരുടെയും പുത്തൂർ സ്റ്റേഷനിലെ GSI മധു OP, CPO രാഹുൽ എന്നിവരുടെയും നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കരുനാഗപ്പള്ളി, ചവറ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.